ഹായ് സാർ. ഹായ് സാർ, ഞാൻ സെൽക്കോൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് വരികയാണ്. വി പ്രൊഡ്യൂസ് സം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വുഡൻ സ്കൾപ്ചേഴ്സ് ഫ്രം കാഞ്ഞിരപ്പള്ളി. It's an oldest Indian traditional art. Just have a look on it, sir. It's better than Barbie kind of stuff. It's a girl sculpture made of wooden. More demand, less availability. Because only Kanjarpalli people are the too much experts can do it, sir. കുറച്ചു നേരം മുമ്പ് കുറച്ച് കസ്റ്റമേഴ്സ് വന്ന് ചോദിച്ചിട്ട് പോയുള്ളൂ. Oh my god, കണ്ടായിരുന്നോ? That's the grace of Kanjarpalli. അത് മാത്രമല്ല സാർ, we can involve customers in it. How? Let me explain. ഈ ചെറിയ ഡോൾസിന് ഫേസിലൊക്കെ എക്സ്പെർട്സിനെ വെച്ച് പെയിന്റ് ചെയ്ത ശേഷം ഈ ഡ്രസ്സുകളൊക്കെ കണ്ടില്ലേ, ലൈക്ക് പട്ടുകൊണ്ടുള്ള തുണി, കസവ് കൊണ്ടുള്ള നേരിയത്, പിന്നെ പട്ടുപാവാടിയും ബ്ലൗസും, ഇതൊക്കെ കസ്റ്റമേഴ്സിനെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിച്ച് അവർ തന്നെ പെയിന്റ് ചെയ്താ. എക്സലന്റ്, വെരി ഗുഡ് ഐഡിയ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഓ താങ്ക് യു സാർ. ഇപ്പോൾ ഈ മോണിറ്ററി ടേംസിലേക്ക് വന്നതുകൊണ്ട് ഷാൽ വി മേക്ക് ഇറ്റ് 50-50 സാർ, ഇൻക്ലൂഡിങ് GST. ഈസ് ഇറ്റ് ഓക്കെ ഫോർ യു സാർ? ഷുവർ. ഞങ്ങളുടെ ഹോട്ടലിനും നല്ല പേര് കിട്ടും. കസ്റ്റമേഴ്സിനും ഇതുപോലുള്ള ശില്പങ്ങൾ കാണുമ്പോൾ വലിയ സന്തോഷമാവും. വെൻ കാൻ വി സ്റ്റാർട്ട് സാർ? ഇമ്മീഡിയറ്റ്ലി. ഓക്കെ സാർ. ഇതാണ് നമ്മുടെ ഹീറോ. ഇനി നമ്മുടെ ഹീറോയിൻ ഹാസിനെ പറ്റി പറയുകയാണെങ്കിൽ അവൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഹാസിനയുടെ അമ്മയുടെ പേര് ശകുന്തള. ആകാശം ഇടിഞ്ഞു വീണാലും ഒരു കുലുക്കവും ഇല്ല. ലോജിക്ക് മാത്രമേ നോക്കാറുള്ളൂ. ഒരു തുമ്പ് കിട്ടിയാൽ അതിൽ പിടിച്ചു കയറി തനിക്ക് ഫേവറേറ്റ് അത് മാറ്റാനുള്ള കഴിവുണ്ട്. ഹാസിനയുടെ അച്ഛൻ വെങ്കിട്ട് രാമൻ 100 ഏക്കറിൽ ഓർഗാനിക് കൃഷി ചെയ്യുന്ന ഒരു നല്ല കൃഷിക്കാരനാണ്. അദ്ദേഹത്തിന് ചുരുട്ട് വലിക്കുന്ന ദുശീലമുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ദുശീലങ്ങളെല്ലാം കളഞ്ഞിട്ട് അതിന്റെ ഗന്ധം മാത്രം ആസ്വദിക്കും. ഒരു കുടുംബം എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുമല്ലോ. അങ്ങനെ സംഭവിക്കുമ്പോൾ ഹോം തിയേറ്ററിനുള്ളിൽ പോയി അദ്ദേഹം ഒറ്റയ്ക്ക് കഥ കടച്ചങ്ങിരിക്കും. ഇപ്പൊ ഒരു പുതിയ പ്രശ്നം വന്നിരിക്കുക. ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഭാര്യ ശകുന്തളയും ഉള്ളിലേക്ക് വരുന്നു. എന്താണ് ചോദിച്ചത്? നന്നായിട്ട് പഠിക്കാം, കോളേജിലൊന്ന് ചേർത്ത് വിടാനല്ലേ ചോദിച്ചത്? അതെ, അത് തന്നെ. വേണ്ട, പിന്നീട് നിങ്ങൾക്കൊരു സഹായം ആവുമല്ലോ. അതിന്റെ ആവശ്യമില്ല. അവളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട. എനിക്ക് ഇതുപോലെ കഴിഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. അവള് ചോദിച്ചതില് എനിക്കതൊരു തെറ്റായിട്ട് തോന്നിയില്ല. എനിക്ക് തോന്നുന്നുണ്ട്. പിള്ളേരോട് പഠിക്കാൻ പറയുമ്പോൾ ഭയങ്കര ശാഠ്യം തന്നെയായിരിക്കും. എന്നാൽ എനിക്ക് പഠിക്കണമെന്ന് ചോദിക്കുമ്പോ എങ്ങനെങ്കിലും പഠിപ്പിക്കാൻ അയക്കുന്നല്ലാതെ നിങ്ങൾ എന്തിനാ ഈ വാശി പിടിക്കുന്നേ? നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? അതെ, എനിക്ക് ഭ്രാന്താ. അവളെന്ന് വെച്ചാ എനിക്ക് ഭ്രാന്താ. അവളെ ഈ തോളത്ത് കിടത്തി ഓമനിച്ച് വളർത്തിയതല്ലേ, അതുകൊണ്ട്. അങ്ങനെയുള്ളപ്പോ സമ്മതമാണെന്ന് പറയുന്നതല്ലാതെ എനിക്കിഷ്ടമല്ല. അതെ, അവള് PG പഠിക്കാൻ പോകുന്നതില് നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത്? ഇതേ അവിടെ കൊണ്ട് അവസാനിക്കില്ല. ഫ്രണ്ട്സ്, പാർട്ടി, പിന്നെ പബ്ബ്. ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തിനെ കയറി പ്രേമിച്ച് അവനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല, ചത്താലും ജീവിച്ചാലും അത് അവന്റെ ഒപ്പം ആയിരിക്കും, നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ അവന്റെ കൂടെ ഒളിച്ചോടി പോവും എന്നൊക്കെ അവള് പറഞ്ഞാലോ? അതാണ് നിങ്ങളുടെ പേടി. ഒരു കാര്യം പറയട്ടെ, ഞാൻ എത്ര ഓമനിച്ച് വളർത്തിയതാ, നിങ്ങളുടെ തോളി കിടന്ന് വളർന്നതാ. നമ്മൾ രണ്ടുപേരും താലോലിച്ച് വളർത്തിയവളല്ലേ. അവൾ അത്ര വേഗമൊന്നും ഒരു തീരുമാനം എടുക്കില്ലെന്നേ. പുറം ലോകം കാണുന്നതുവരെ മാത്രം അവൾ കുഞ്ഞ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അങ്ങനെയല്ല. എന്നെ ഒന്ന് വിശ്വസിക്കേ, ഞാൻ പറയുന്നത് കേക്ക്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് തല പുണ്ണാക്കാതെ, അവളെയും വിഷമിപ്പിക്കാതെ. അവളങ്ങനെ ആരെയും കയറി പ്രേമിക്കില്ലെന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ? ഉറപ്പിച്ചു തന്നെയാ പറയുന്നത്. എനിക്ക് അവളിൽ ഒരുപാട് വിശ്വാസമുണ്ട്. അവളത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. നിനക്ക് അത്ര ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഗ്യാരണ്ടി തരാം.
ശരി, നിന്റെ ഇഷ്ടം. അത് നിങ്ങൾ തന്നെ അവളോട് പറഞ്ഞോളൂ. അവൾക്ക് ഒരുപാട് സന്തോഷമാവും. ശരി, വാ പറയാം. അച്ഛാ, അമ്മ പറയും. അമ്മ സമ്മതിച്ചിട്ടുണ്ട്. താങ്ക് യു അമ്മേ. ഫുഡ് വളരെ നന്നായിരുന്നു അല്ലേ? നല്ല അടിപൊളി. ദാറ്റ്സ് ഓക്കേ. അവിടെ എന്തോ പാവകളുടെ എക്സിബിഷൻ നടക്കുകയാണെന്ന് തോന്നുന്നു. എടാ, ഇന്ന് ഈ മെഴുക് ശില്പത്തെ പൊക്കിയെടുത്തോണ്ട് തന്നെ പോണം. അവളുടെ ഗ്ലാമർ എനിക്ക് സഹിക്കാൻ പറ്റുന്നുള്ള. അവളെ എനിക്ക് നഷ്ടപ്പെടരുത്. മിസ്സായ സംഗതിയെല്ലാം പൊളിഞ്ഞു പോവുകളിയാ. ഏയ് മിസ്റ്റർ, ഇത് ഫാമിലി ഹോട്ടലാ, ഇതൊന്നും ഇവിടെ പറ്റില്ല. അപ്പൊ പുറത്ത് ചെയ്യാല്ലേ? ഹലോ ആവശ്യമില്ലാതെ കൂടുതൽ സംസാരിച്ച പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ടി വരും. പോലീസിനെ വിളിക്കേ. സാർ, സാർ അതിന്റെ ഒന്നും ആവശ്യമില്ല സാർ, ഞങ്ങൾ പൊക്കോളാം. എടാ വാ പോവാം. ഇതെന്താടാ കണ്ണു വരയ്ക്കേണ്ട അടുത്ത് മൂക്കും വരയ്ക്കേണ്ട അടുത്ത് കണ്ണു വരയ്ക്കുന്നേ? എന്താടാ ഇത്? ഇതിനൊക്കെ ജീവ വരണമെങ്കിൽ നന്നായിട്ട് പെയിന്റ് ചെയ്യണം. കാണുന്നവര് കണ്ടുടനെ വാങ്ങണം. ശില്പമായിട്ടല്ല ഇരിക്കേണ്ടത്, ജീവനുള്ള വസ്തുവായിട്ട് കസ്റ്റമർക്ക് തോന്നണം. അത് നിന്റെ കയ്യിലാ ഇരിക്കുന്നത്. വെങ്കിട്ടറാവ് ആ പറഞ്ഞത് ശരിയാ. വരണം സാറേ. ഏത് സമയത്താണ് ഇങ്ങനെ ഒരു കോൺട്രാക്ട് കിട്ടിയെന്ന് അറിയില്ല. നല്ല ഗംഭീരമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്നാ തോന്നുന്നത്. ഇത് 5 സ്റ്റാർ ഹോട്ടലാ, അതുപോലെയുള്ള പവർ ഉണ്ടാവും. അപ്പൊ വില പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. പോയിട്ട് വരും സാർ. അപ്പൊ മീൻകറി വെക്കാനല്ലേ? വെക്കാം. അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി. ഇപ്പൊ നീ പണി ചെയ്യ്. അയ്യോ, It's very rare piece, madam. One and only piece. There are no other pieces ditto like this. This is pure handmade, madam. oh my god, Yeah. it's so sweet. Yeah, it's very sweet, madam. Like, you know, gulab jam, rasgulla. Those you can eat with your mouth, but these you can eat with your eyes. Nice. Yes, eyes. Yeah. It's so nice. What are those? Those are unfinished other items, madam. Other, Oh, not this. okay. This is only one piece. One piece. Made by Mr. V. Raman. He's very expert, madam. വീരാമൻ എന്തിനാടാ പറയുന്നേ? വെങ്കിട്ടരാമൻ. വെങ്കിട്ടരാമൻ. Oh, Venkataraman. Nice, Venkataraman. nice.